ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ വന്നിട്ട് ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നല്ല പാടാണോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കോഴ്സ് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവില്ല. കാര്യം നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഏജൻസീസ് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് സ്റ്റുഡൻസിനെ കയറ്റി വിടും. അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് സ്റ്റുഡൻസ് ആകെ പെട്ടു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കും അവർക്ക്. അപ്പം ആ കോഴ്സ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലേ, അല്ലെങ്കിൽ നമുക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യണോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ വരുന്ന സ്റ്റുഡൻസ് ഒരുപാടുണ്ട്. അപ്പം നമുക്ക് ജെന്യൂനായിട്ട് സ്റ്റുഡൻസിൻ്റെ എന്നുള്ള, അതായത് ഇപ്പം മുമ്പ് പബ്ലിക്കിൽ പഠിച്ചിട്ട് ദെൻ ഇപ്പം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീഷൻ ആവാറായ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരിൽ നിന്നും എന്താണ് ഇപ്പം അവർ പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റിലോട്ട് മാറാനുള്ള റീസൺ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സോ ഹായ് വിശ്വ, ഹായ് അബിൻ, ഹായ് അരവിന്ദ്. ഓക്കെ, ഇത് മൂന്നുപേരും പബ്ലിക്കിൽ പഠിച്ച സ്റ്റുഡൻസ് ആണ്. അപ്പം നമുക്ക് അവരിൽ നിന്ന് തന്നെ വിശേഷങ്ങൾ അറിയാം. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് മാറാനുള്ള റീസൺ? ഞാൻ ആക്ച്വലി വന്നത് വേറൊരു ഏജൻസിയിൽ നിന്നാണ്. സോ അപ്പോൾ അവർ ഒരു ക്ലിയർ പിക്ചർ തന്നിട്ടില്ല കോഴ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച്. ഞാനിവിടെ വന്ന കോഴ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു കോഴ്സ് ആയിരുന്നില്ല. എനിക്ക് ലോജിസ്റ്റിക്സ് ആയിരുന്നു വേണ്ടത്. ഇവിടെ ലോജിസ്റ്റിക്സ് മെയിൻലി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലാണ് കൂടുതലും കണ്ടുവരുന്നത്. പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ അവർ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പക്ഷേ അപ്പോൾ അവർ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് ചോദിക്കും. ബികോം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. അതെ, ബാച്ചിലേഴ്സിൽ ഒരു ലോജിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് വേണം. അതെ, അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്താൽ പബ്ലിക്കിൽ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവായതുകൊണ്ട് ഞാൻ പിന്നെ സമയം അധികം കളയാതെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എടുത്തത്. അത് ഗൈഡ് ചെയ്തത് ഞങ്ങൾക്ക് സ്കൈ ഹോക്കിൽ നിന്നാണ്. ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്രസ്റ്റൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന TU ഡ്രസ്റ്റണിലാണ്. ഇവിടുന്ന് മാറാനുള്ള റീസൺ ഒന്ന്, ഞാൻ ഉദ്ദേശിച്ച ഒരു സബ്ജക്ട് ആയിരുന്നില്ല എനിക്ക് TUവിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. രണ്ടെന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടെ കോമ്പാക്റ്റബിൾ ആയിട്ടും കുറച്ചുകൂടെ ഈസി ആയിട്ടും തോന്നുന്ന സബ്ജക്ട് ഇതാണ് എന്ന് ഞാൻ അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ കൂടി പോയപ്പോഴത്തേക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് മാറുന്നത്. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് പഠിക്കാൻ. അതെ, പിന്നെ ലോജിസ്റ്റിക്സിന് ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഒരുപാടുണ്ട് ജർമ്മനിയിലെ ലോജിസ്റ്റിക്സ് മേഖല. യൂറോപ്പ് മൊത്തത്തിലുണ്ട്. ലോജിസ്റ്റിക്സ് ഹബ്ബാണ് ആക്ച്വലി. പോളണ്ടും ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ ലോജിസ്റ്റിക്സ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാറണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ എന്നെ മാറിയതാണ്, ഇഷ്ടപ്പെട്ട് മാറിയതാണ്. അപ്പൊ ഫീസ് അടയ്ക്കാനൊക്കെ എങ്ങനെയുണ്ട്? ഫീസ് ആക്ച്വലി അതാണ് വേറൊരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു 1 year ആയി. സോ അപ്പൊ ഞങ്ങളുടെ ബ്ലോക്ക് എമൗണ്ടും കാര്യങ്ങളും ഒക്കെ ഏകദേശം എക്സോസ്റ്റഡ് ആയിരിക്കുന്ന ഒരു ടൈമിലാണ് ഇപ്പൊ ഇങ്ങോട്ട് മാറുന്നത്. ഫീസ് അടയ്ക്കുന്ന വീട്ടിൽ നിന്ന് നമുക്ക് റിലേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് കിട്ടി ഇല്ലെന്നല്ല, പക്ഷെ എന്നാലും നമുക്കൊരു ഫുൾ സപ്പോർട്ട് ഒന്നും കിട്ടില്ല. ഫിനാൻഷ്യലി അത്ര ഫുൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പാർട്ട് ടൈം ചെയ്ത് മന്ത്ലി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എടുത്തും അവരുടേതായിട്ട് തന്നെയുള്ള ഒരു പേയ്മെന്റ് സ്കീംസ് ഉണ്ടാവും. ഇപ്പം ചിലർ പറയും ഫുൾ പേയ്മെന്റ് ചെയ്യണം. അത് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മന്ത്ലി പേയ്മെന്റിലേക്ക് ആക്കി മാറ്റും. സോ ഒരു മോഡ് ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ അത് അവർ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി, ഞാൻ വേറെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ അന്വേഷിച്ചിരുന്നു, അവരും അത് തന്നെയാണ് പറയുന്നത്. സോ അപ്പൊ നമുക്ക് മന്ത്ലി ഞങ്ങൾ അങ്ങനെ അടച്ച് പാർട്ട് ടൈമിൽ നിന്ന് തന്നെ ഞങ്ങളത് അടച്ചു പോവുകയാണ്. എക്സാംസ് ഒക്കെ എങ്ങനെയുണ്ട്? എക്സാംസ് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നത്? ഒരു വൈവ് എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നേ ഉള്ളൂ. ഇപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ ഇന്ന് എക്സാം ഉണ്ടായിരുന്നവർക്ക്, അപ്പൊ എക്സാം കഴിഞ്ഞിട്ടാണ്. എക്സാം ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ കമ്പാരിറ്റീവ്ലി? അതായത് പബ്ലിക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്. പാസ്സാവാൻ നല്ല എളുപ്പമാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ഇപ്പൊ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പാസ്സാകുക. കാരണം പാസ്സായവർക്കും ഇന്റേൺഷിപ്പും ജോലിയൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഞങ്ങൾ സീനിയേഴ്സ് എല്ലാവരും പറഞ്ഞു. സീനിയേഴ്സിന് എല്ലാവർക്കും ജോലിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്റെ മുമ്പത്തെ യൂണിവേഴ്സിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ അവിടെ ജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. റിസർച്ച് ബേസ്ഡ് സാധനങ്ങളായിരുന്നു, ഭയങ്കരമായിട്ട് തിയററ്റിക്കലി ഭയങ്കര ഡീപ്പായിട്ട് കയറുന്നൊക്കെ കോഴ്സായിരുന്നു. ഇതിപ്പോ പിന്നെ എളുപ്പമാണ്, പഠിച്ച് പാസ്സാവാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണ് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. അപ്പം എല്ലാവരും അതായിരിക്കും. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, അവർ DIUലാണ് പഠിക്കുന്നത്, ഡ്രസ്റ്റൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ടോട്ടൽ എത്ര ഫീസ് വരുന്നുണ്ട്? ടോട്ടൽ 16,000 ആണ് വരുന്നത്. ഓക്കെ, 16,500. ഓരോ ഇയറിൽ വെച്ചിട്ട് അവര് ഓരോ ഇയറിൽ ഇത് മാറിക്കൊണ്ടിരിക്കും, വേരി ചെയ്യും. സീനിയേഴ്സിന് എനിക്ക് തോന്നുന്നു 15,000 ആയിരുന്നു. അതെ, അത്രയും. അപ്പം ഐ മീൻ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് TU ഡ്രസ്റ്റന്റെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഇവർക്ക് കൊടുത്തോണ്ടിരുന്നത്. കാര്യം ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ അന്ന് TU ഡ്രസ്റ്റന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഈ കോഴ്സിന് കൊടുത്തോണ്ടിരുന്നത്. അപ്പം ആക്ച്വലി വളരെ നല്ലൊരു കോഴ്സാണ് ലോജിസ്റ്റിക്സ് കോഴ്സ്. ഇപ്പോഴും TU ഡ്രസ്റ്റന്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവർക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡ്രസ്റ്റൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പം
അത് ജർമ്മനിയിൽ തന്നെ യൂണിവേഴ്സിറ്റിയാണ്. അപ്പം നിങ്ങൾ വേറെ ഇപ്പം ഒരുപാട് പേര് മറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരുണ്ട്. അപ്പം ബെർലിനിലൊക്കെ വരുന്ന വേറെ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ജർമ്മനിയുടെ സർട്ടിഫിക്കറ്റ് അല്ല വരുന്നത്. അപ്പോൾ ജർമ്മനി യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അല്ല അവർക്ക് വരുന്നത്. ചിലത് ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റിയാണ് വരുന്നത്, അതായത് ഇറ്റലി എന്നുള്ളതായിരിക്കും. ചിലത് വരുന്നത് ബെൽജിയത്തിൻ്റെ ഉണ്ട്, ചിലത് വരുന്നത് UK ആണ്. പല സ്ഥലത്തും പല കമ്പനീസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവർ അതൊരു ചെറിയ പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. ചില സ്ഥലത്ത് അങ്ങനെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എസ്പെഷ്യലി ജർമ്മൻ യൂണിവേഴ്സിറ്റി എന്നുള്ളതാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രിഫറൻസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കി, അതായത് നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്ത് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ പക്ഷേ പാർട്ട് ടൈം ഒരു മിനി ജോബും ചെയ്താൽ പോവും, നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പിള്ളേരെ പോലെയല്ല, സ്ട്രഗ്ലിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് പബ്ലിക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് ഇപ്പൊ എവിടെ വേണേലും ട്രിപ്പ് പോവാം, അങ്ങനെ സംഭവമൊക്കെ ചെയ്യാം. ഫീസ് എന്നുള്ള ഒരു കൺസ്ട്രെയിന്റ് ഉള്ളതുകൊണ്ട്. പക്ഷെ നമുക്ക് ഈ പബ്ലിക്കിൽ നമ്മൾ സമയം പോകുന്ന അറിയത്തില്ല. കാര്യം നമ്മൾ 4 വർഷം എന്തായാലും കുറഞ്ഞതെടുക്കും പബ്ലിക്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം പബ്ലിക്കിൽ വരുന്നവർ എപ്പോഴും ഒരു വിഷൻ ഉള്ള, ഐ മീൻ നോട്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതായത് നമ്മളൊരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് അങ്ങനെ പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. അതെ 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 അതെ. നമുക്ക് വെറുതെ വന്നൊരു പാസ്സായി ഒരു ജോലി, എനിക്കൊക്കെ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കോമൺ ഗോൾ എന്ന് പറഞ്ഞാൽ പാസ്സാവുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി പോവുക, ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണ് വൺസ് ജോലിയിൽ കയറി സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടീവ് ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. പക്ഷേ TU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അത് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ച് ആ ഒരു രീതിയിൽ പോയിട്ടൊരു നാട്ടിലേക്ക് ഒരു PhD ലെവൽ സ്റ്റഡി മോഡായി പറയുകയാണെങ്കിൽ അത് ആ സബ്ജക്റ്റിനോട് പാഷനേറ്റ് ആയുള്ളവർക്ക് ആണ് TU ബെസ്റ്റ്. അത് ഞങ്ങളെപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് എപ്പോഴും ഗൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ജർമ്മനി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമേ ഏതെങ്കിലും ഒരു കോഴ്സ് വരുന്നതിലുപരി നിങ്ങൾ ആദ്യം ആ കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെന്നൊക്കെ നോക്കണം. അതുപോലെ പബ്ലിക് യൂണിവേഴ്സിറ്റി വേണോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വേണോ എന്നൊക്കെ നിങ്ങൾ ആദ്യമേ ഒന്ന് സോർട്ട് ചെയ്തിട്ട് വരുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതായിരിക്കും. ഞാൻ ആക്ച്വലി ആദ്യം വന്നിരുന്നത് അങ്ങനെയാണ്. എനിക്ക് സബ്ജക്ട് ജസ്റ്റ് ഒരു സബ്ജക്ട് നെയിം മാത്രം പറഞ്ഞു, ഇന്നതായിരിക്കും സബ്ജക്ട് എന്നുള്ളത് മാത്രം പറഞ്ഞു. സോ അപ്പം നമുക്ക് ഒരു ഫാൾസ് ഇൻഫർമേഷൻ തന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്ന് സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു സബ്ജക്റ്റ് അല്ല. ഞാൻ ലോജിസ്റ്റിക്സ് മെയിൻ എടുക്കാൻ വേണ്ടി തന്നെ വന്നു, പക്ഷെ അതല്ല എന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ വന്നിട്ട് പിന്നെ സ്കൈഹോക്കിൽ ഷർണേട്ടനാണ് പിന്നെ കൂടുതൽ ഗൈഡ് ചെയ്തത്. സോ അപ്പം ഞാൻ ഈ നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സ്കൈഹോക്കാണ് സജസ്റ്റ് ചെയ്തത്. കാരണം കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട് ഇവരുടെ ആൾക്കാരാണെങ്കിൽ. കുറച്ചും കൂടെ നമുക്ക് എന്താണ്, എവിടെയാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഏത് സബ്ജക്റ്റ് ആണ്. അത് ഞാൻ 1-2 ഇവിടെ വരുന്നതിന് മുമ്പ് 1-2 കൺസൾട്ടൻസി ഞാൻ നോക്കിയിരുന്നു. പക്ഷെ അവരാരും നമ്മൾക്കൊരു കറക്റ്റ് ഇൻഫർമേഷൻ തരില്ല. ഏത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് കോഴ്സ് വൺസ് കിട്ടിക്കഴിഞ്ഞാൽ പറയും ഇന്ന കോഴ്സ് ഇന്ന യൂണിവേഴ്സിറ്റി, എത്ര സ്ഥലത്ത് അഡ്മിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നൊക്കെ റിജക്ഷൻ വന്നു, ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻസ് ഒന്നും അവർ തരില്ലായിരുന്നു. പക്ഷെ സ്കൈഹോക്ക് അങ്ങനെയല്ല, ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മൾ എവിടെയൊക്കെ അഡ്മിഷൻ വെച്ചു എന്നവർ ഇൻഫർമേഷൻ തരും. എവിടെ നിന്നൊക്കെ വന്നു, എവിടെ നിന്നൊക്കെ നമുക്ക് കോൾ ലെറ്റർ വന്നു, എവിടെ നിന്നൊക്കെ നമുക്ക് റിജക്ഷൻ വന്നു എന്നതിനെക്കുറിച്ച്, എന്താണ് നമ്മുടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന SOPയിൽ വരുന്ന ഫോൾസ് എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. സോ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സിന് ഇപ്പോൾ ഒരു 3 പേര് ത്രൂ സ്കൈഹോക്കാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സന്തോഷം. അതെ, എന്തുകൊണ്ടും ഞാൻ ഉറപ്പായിട്ടും ഇനി വരുന്ന ആൾക്കാർക്കാണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും സ്കൈഹോക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. എന്താണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോലുള്ള നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കൺസ്ട്രെയിൻസ് എന്താണെന്നും അതിന്റെ പോസിറ്റീവ്സ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സ്കൈഹോക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, നമ്മളെപ്പോഴും ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അനിയന്മാരാണ്. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് വരുമ്പോഴേ ഓരോ കോഴ്സ് പഠിക്കണം. ഇപ്പം ലോജിസ്റ്റിക്സ് ആണെങ്കിൽ SAP പഠിക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. കാര്യം നമുക്ക് ഓൾറെഡി ഇപ്പോൾ എനിക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ജർമ്മനിയിൽ. അപ്പം അതുകൊണ്ട് നമുക്കറിയാം ഇവിടെ ജോബ് എങ്ങനെയാണെന്ന്. അതായത് ഇവിടെ ടെക്നിക്കൽ ഓറിയൻറ്റഡ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിനേക്കാളും അവർ വാല്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൽസാണ്. അപ്പം എത്രയും നല്ലോണം നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഈവൻ നിങ്ങൾ പബ്ലിക്കിലാണോ അതോ അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റിലാണോ പഠിച്ചതെന്ന് ആരും നോക്കത്തില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാര്യം അറിയുമെന്ന് നോക്കുന്നത്. അതായത് ഇപ്പം ഇവരൊക്കെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇപ്പം തന്നെ ഓൾറെഡി SAP എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. SAP മോസ്റ്റ് ഓഫ് എല്ലാവർക്കും അറിയാം SAP. അപ്പോൾ SAP കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. പ്രൊഫൈൽ നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ആക്കി നല്ലൊരു ജോബിലോട്ടൊക്കെ എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഉപയോഗമുണ്ട്. പിന്നെ അതുകൂടാതെ ഇനി ലാംഗ്വേജ് പഠിക്കുക, എസ്പെഷ്യലി ലോജിസ്റ്റിക്സ് മേഖലയിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയായി അറ്റ്ലീസ്റ്റ് B2 എന്തായാലും വേണം ജോലി കിട്ടുക. അല്ലാത്ത ജോലി കിട്ടിയവരുണ്ട്, പക്ഷേ എന്നിരുന്നാലും ജോലി കിട്ടാൻ വേണ്ടി B2 വേണം. ഇപ്പോൾ അവർ ഓൾറെഡി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ആൾക്കാരുടെ അടുത്ത് ഇംഗ്ലീഷ് ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ മോൻ മറന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ എന്ത് കാര്യത്തിലാണ്, പാർട്ട് ടൈമിന് ചോദിക്കുകയാണെങ്കിൽ മിനി ജോബിന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലാണെങ്കിൽ ഇവിടെ ജർമ്മൻ ഭയങ്കര അത്യാവശ്യമാണ്. നമ്മളെല്ലാ സ്റ്റുഡൻസിനും പറയും, പക്ഷേ ആരും അത് കേൾക്കാറില്ല. ഇപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ പഠിക്കാന്ന് പറഞ്ഞാലും ആർക്കും മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ആരും പഠിക്കാറില്ല. നിർബന്ധമാണോന്ന് ചോദിച്ചാൽ അല്ല,
പക്ഷെ നമുക്കൊരു പാർട്ട് ടൈമിന് എന്തായാലും നിൽക്കണം എന്നുള്ളൊരു ഇന്റൻഷനുമായിട്ട് വരുന്നവരാണെങ്കിൽ എന്തായാലും. പക്ഷെ നമുക്കൊരു പാർട്ട് ടൈമിനും വേണമല്ലോ, അതല്ലേ ഒരു പാർട്ട് ടൈം വേണം. പക്ഷെ അത് നമ്മുടെ ഒരു ലക്ക് പോലെയാണ്, കിട്ടാൻ കിട്ടാതിരിക്കാം. പക്ഷെ ജർമ്മനിയിൽ വരുന്ന ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കണം, സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്ന് ഉള്ള ഒരാൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. അതെ, ലാംഗ്വേജ് ഉണ്ടെങ്കിൽ പാർട്ട് ടൈം കിട്ടാന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇതിൽ നോക്കുമ്പോൾ ഇവിടെ തന്നെ നിൽക്കണം, ഇവിടെ ഒരു പ്രൊഫഷണൽ ജോബിൽ കയറി ഇവിടെ തന്നെ സെറ്റിൽ ആവണം എന്നുള്ളൊരു ഇതാണെങ്കിൽ എന്തായാലും നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പായിട്ട് ഒരു പീരീഡ് കിട്ടും. ഒരു 3 to 4 months നമുക്ക് എന്തായാലും ഒരു അറ്റ്ലീസ്റ്റ് അല്ല 6 months എന്തായാലും കിട്ടും. കാര്യം പ്രോപ്പറായിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ജർമ്മനിയാണ് പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾ 1 year മുന്നേ പ്ലാനിങ് തുടങ്ങണം. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളൊരു 1 year മുന്നേ പ്ലാൻ ചെയ്തു നിങ്ങൾ ഒരു B2 ലെവലിൽ പഠിച്ചിട്ട് വേണം വരേണ്ടത്. ശരിക്കും നിങ്ങളത് ഏതിനും പഠിക്കാം, ബാച്ചിലേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ആവട്ടെ, നിങ്ങൾ അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ജോബിന് ട്രൈ ചെയ്യുന്നവരാവട്ടെ, നിങ്ങൾ B2 വരെ പഠിക്കുക. ദെൻ അതിന് ശേഷമായിരിക്കണം നിങ്ങൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഇവിടെ വന്നിട്ട് ആ ലാംഗ്വേജ് ബാരിയർ നിങ്ങൾക്ക് ഇല്ലാതിരിക്കുകയുള്ളൂ. കാര്യം അപ്പോൾ നമുക്ക് മോർ ഓപ്പർച്യൂണിറ്റി വരും. കാര്യം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ലിങ്ക്ഡിനിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലാംഗ്വേജ് ഉണ്ടെങ്കിൽ, ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15,000 ജോബിന് അപ്ലൈ ആയിരിക്കും. മറ്റേതൊരു 1,500 കാണുന്നത്, അതായത് ഒരു 10% ഇംഗ്ലീഷ് ജോബ് കാണത്തുള്ളൂ. അപ്പോൾ അതിന് കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. കാര്യം അത് ഓൾ ഓവർ EU നിന്നും പിന്നെ ബാക്കി കൺട്രീസിൽ നിന്നൊക്കെ ഈ GCC നിന്നും ഇന്ത്യയിൽ നിന്നും അതെ ഇന്ത്യയിൽ നിന്ന് തന്നെ എടുക്കാം. അത്രയും കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പം നമ്മളെപ്പോഴും ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റും. ഇപ്പം കുറേ പേര് ചോദിക്കും അങ്ങനെ പോകുന്നവരുണ്ടാകുന്നു ഇവിടെ പഠിച്ചിട്ട്. നമ്മൾ ഈ കോഴ്സ് പഠിച്ചിട്ട് നാട്ടിൽ പോയി നല്ല ജോലി ചെയ്യുന്ന ചേട്ടന്മാരുണ്ട്. അതായത് ഞങ്ങളുടെ തന്നെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ വന്ന സമയത്തുണ്ടായിരുന്ന ചേട്ടന്മാർ നാട്ടിൽ നല്ല കമ്പനി ജോലി ചെയ്യുന്നവരുണ്ട് ഇവിടെ പഠിച്ചിട്ട്. പുറത്ത് GCCയിൽ പോയിട്ട് ലോജിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ട് പോയി വർക്ക് ചെയ്യുന്നവരുണ്ട്. കാര്യം ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്, അതുപോലെ ഓപ്പർച്യൂണിറ്റി നല്ലതാണല്ലേ. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങളിപ്പം ഇവരിപ്പം ഒരു നിങ്ങൾക്ക് ഏത് കമ്പനി എടുത്താലും അവിടെ ഒരു ലോജിസ്റ്റിക്സിന് ഒരു പൊസിഷൻ ഉണ്ട്. പക്ഷെ അത് എന്തായാലും ഒരു റിക്വയർമെന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ എപ്പോഴും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പഠിക്കുന്ന കോഴ്സ് പറഞ്ഞില്ല ഇതുവരെ. MBA in Logistics Management ആണ്. ഓക്കെ, അപ്പോൾ അവർ പഠിക്കുന്ന കോഴ്സിനെ പറ്റി പറയാൻ വിട്ടുപോയി. അതായത് MBA in Logistics and Management ആണ് പഠിക്കുന്നത്. സപ്ലൈ ചെയിൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, MBA in Logistics and Supply Chain Management. അപ്പോൾ അതാണ് അവരുടെ കോഴ്സ്. ഓക്കെ, അപ്പം 1.5 വർഷത്തെ കോഴ്സാണ്. 1.5 വർഷത്തെ കോഴ്സാണ്. തീസിസ് ഉൾപ്പെടെ നമുക്ക് എക്സാംസും സബ്ജക്ട്സും ഉള്ളത്. ഒരു സെം തീസിസ് ആണ്. ഒരു സെം തീസിസ് ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 90 ക്രെഡിറ്റ്സ് ആയിരിക്കും വരുന്നത്. ടോട്ടൽ 60 ക്രെഡിറ്റ്സ്. ഓക്കെ, 60 ക്രെഡിറ്റ്സ് ആണ് അപ്പോൾ ടോട്ടൽ ഇവർക്ക് വരുന്നത്. അപ്പം 1.5 വർഷം കൊണ്ട് തന്നെ ഇവർക്ക് കോഴ്സ് തീരും. പിന്നെ 1.5 വർഷം സ്റ്റേ ബാക്കും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ പീരീഡ് വരുന്നത് ഇവർക്ക്. അപ്പോൾ ആ ഒരു 1.5 വർഷം സ്റ്റേ ബാക്കിനകത്ത് ഇവർക്ക് ഒരു ജോബ് കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പം നല്ല രീതിയിൽ ഒരു പ്ലാൻ ചെയ്താണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തായാലും ഒരു ജോബിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ അതിന് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നേരത്തെ പഠിച്ചിരുന്നത്? ഞാൻ നേരത്തെ യൂണിവേഴ്സിറ്റി പഠിച്ചത് NRW സ്റ്റേറ്റിലാണ്. അത് ഡോട്ട്മുണ്ട് അടുത്തൊരു സ്ഥലം ബോഹും എന്ന് പറഞ്ഞാൽ പറയും. അവിടെ ജോർജ് അഗിരിവാൾ എന്നുള്ള യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ചത്. അവിടെ എൻ്റെ സബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ സൈറ്റ്സ് ആൻഡ് ഹെറിറ്റേജ് കൺസർവേഷൻ എന്ന സബ്ജക്റ്റ്. പക്ഷെ അത് ഞാൻ ഫ്യൂച്ചറായിട്ട് ചിന്തിച്ചപ്പോൾ മറ്റേ ഒരു റിസർച്ച് ബേസ്ഡ് ജോബ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെയാണ് എനിക്ക് അത് എന്തായാലും മുമ്പോട്ട് പോകില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ കോഴ്സ് ചേഞ്ച് ചെയ്തത്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഉണ്ട് വിശ്വ. അപ്പോൾ അവൻ ഓൾറെഡി ഒരു കൊല്ലമായി ഇവിടെ എത്തിയിട്ട്, പക്ഷെ അവൻ കോഴ്സ് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ ലോജിസ്റ്റിക്സിനെ കുറിച്ച് പറയും. അപ്പോൾ എനിക്കും അത് കറക്റ്റ് കുറച്ചുകൂടെ സുഖമാണ്, കുറച്ച് ജോലി ചെയ്യാനും ഈസിയാണ് കുറച്ചുകൂടെ. പിന്നെ അതല്ല, പിന്നെ ഇപ്പൊ നമ്മൾ ജർമ്മനിയിൽ തന്നെ ജോലി കിട്ടിയില്ലെങ്കിലും വേറെ സ്ഥലത്ത് ഇപ്പൊ GCC ആയാലും ഇപ്പൊ UK എല്ലാം സ്ഥലത്തും ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് ഈ കോഴ്സ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, ആക്ച്വലി ഞങ്ങൾ തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്ക് അഡ്മിഷൻ ചെയ്തത്. വിഷുവാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ഇവരെ. അപ്പം നമ്മൾ തന്നെയാണ് ഇവർക്കുള്ള അഡ്മിഷൻ പ്രൈവറ്റിലോട്ട് മാറ്റി കൊടുത്തത്. കാര്യം നമുക്ക് ഫീസൊക്കെ നിങ്ങൾക്ക് പൈ അടച്ചാൽ മതിയായിരുന്നു അല്ലേ? അങ്ങനെയൊക്കെ ഒരു നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയായിട്ട് സംസാരിക്കും. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു പേയ്മെന്റിനെ കുറിച്ച് മാത്രം ഞങ്ങൾ വറീഡ് ആയിരുന്നുള്ളൂ. അതും ബാക്കിയൊക്കെ അതിന്റെ അതോറിറ്റീസുമായിട്ട് സംസാരിച്ചതൊക്കെ സ്കൈ ഹോക്കിന്റെ റെപ്രസെന്റേറ്റീവ് തന്നെ ശരൺ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഞാൻ ആക്ച്വലി ആദ്യം വേറെ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് ഞാൻ പറഞ്ഞു നോക്കിയിരുന്നു. അതും സ്കൈ ഹോക്ക് വഴിയാണ്. പക്ഷെ അത് എൻ്റെ പ്രൊഫൈലിന്റെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് മെക്കാനിക്കൽ ആയതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നെ ത്രൂ ഔട്ട് ഈ ഒരു പ്രോസസ്സിൽ ഞങ്ങളെല്ലാവരെയും ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്തതും ഗൈഡ് ചെയ്തതും പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നിയതും കൈഹോക്ക് തന്നെയാണ്. കാരണം ഇവിടെ എൻ്റെ കുറേ ഫ്രണ്ട്സ് വേറെ കോഴ്സ് മാറിയിട്ടുണ്ട്. സോ അപ്പോൾ അവരുടെയൊക്കെ എത്രയാണ് അവർക്ക് വന്നിട്ടുള്ളൊരു ഫീസെന്നും കാര്യങ്ങളൊന്നും ഒക്കെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. സോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്
സ്കൈ വോക്ക് തന്നെയാണ്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ജർമ്മനിയിൽ ഇപ്പം പബ്ലിക്കിൽ പഠിച്ചിട്ട് നിങ്ങൾ പ്രൈവറ്റിലോട്ട് മാറാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ നമ്മളിപ്പോൾ ഏത് സ്റ്റെപ്പിലാണെങ്കിലും ഇപ്പം നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻഡ് അപ്പ് വിളിച്ചാലും കിട്ടും. വേറെ ഇപ്പം എനിക്ക് പണ്ടത്തൊക്കെ മറ്റേ ഏജൻസിക്കാണെങ്കിൽ എനിക്ക് വിളിച്ചാൽ കിട്ടില്ലായിരുന്നു. ഇപ്പം മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ ഒരു ദിവസം ലാഗ് അടിക്കും റിപ്ലൈ ചെയ്യാൻ. ഇപ്പം ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാം. ചേട്ടൻ ഇപ്പോൾ കോൾ ആയാലും ചിലപ്പോൾ മെസ്സേജ് ആയാലും എല്ലാം പെട്ടെന്ന് എല്ലാം അറിയാം. പിന്നെ എല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞുതരും. പിന്നെ ഇവിടെ ഞാൻ പണ്ട് NRIയിലാണ്, പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു പാർട്ട് ടൈം ജോലി ആയാലും ഏതൊക്കെ വെബ്സൈറ്റ് വേണം അപ്ലൈ ചെയ്യണത്, പിന്നെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ചേട്ടൻ വിളിച്ചു പറയും. ഇപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്ന ചേട്ടൻ അങ്ങോട്ട് വിളിച്ചത് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി എല്ലാം കിട്ടും. അപ്പോൾ എല്ലാ സ്റ്റെപ്പിലും എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു. അപ്പം നമ്മളിതൊക്കെ അറിയുന്നതിൽ വളരെ സന്തോഷം. കാര്യം ഇപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം എന്ന ഉദ്ദേശത്തിലല്ല ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ നമ്മളതിൽ എത്തിപ്പെടുന്നതാണ്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സ്ട്രഗിളൊന്നും നമ്മൾ ത്രൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല നമ്മൾ ത്രൂ വരുന്ന കുട്ടികൾ തന്നെ ആയിരിക്കണം, അങ്ങനെ ഒന്നുമില്ല. അല്ലാതെ തന്നെ ഞാൻ റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് പേഴ്സണലി കാര്യം ഈ കുട്ടികളെല്ലാവരും എല്ലാവർക്കും നല്ല രീതിയിൽ എത്തിപ്പെടണം എന്ന് ഞാനും പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതുപോലെയുള്ള കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ഫ്രം ജർമ്മനി. ബൈ.